ഈ നാട്ടിലെ പത്രങ്ങളും പാപ്പരാസികളും എന്നെ കുറിച്ച് എഴുതി അർമാദിക്കുന്നത് ആസ്വദിക്കാൻ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആഗ്രഹിക്കുന്ന യൂഷ്വൽ സൈക്കോപാത്ത് അല്ല ഞാൻ. ഈ അടുത്തായിട്ട് ബിഗ് ബോസ് കണ്ടന്റുകൾക്കാണ് ഏറ്റവും കൂടുതൽ റീച്ച് ഉള്ളത്. അതായത് മെയിൻലി ഏതൊരു യൂട്യൂബേഴ്സിനാണെങ്കിലും നിങ്ങൾ നോക്കിക്കോളൂ, കൂടുതലും പേര് ഇന്ന് ചെയ്യുന്നത് ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസ് ആണ്. അതായത് റിയാക്ഷൻ ചെയ്യുന്ന ആളുകൾ കൂടുതൽ ചെയ്യുന്നത് ബിഗ് ബോസ് റിലേറ്റഡ് ആണ്. ഇപ്പൊ ബിഗ് ബോസിന്റെ പുറത്ത് ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ട്. പല ആൾക്കാർ നേരത്തെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ആളുകൾ, അവിടുന്ന് ഇറങ്ങിയ സിബിൻ, പിന്നെ മാരാറ്, ഇങ്ങനെയുള്ള പല ആളുകൾ പല കാര്യങ്ങൾ പറയുന്ന അതിന്റെ റിയാക്ഷൻ ചെയ്യുക, ഇതിനൊക്കെയാണ് കൂടുതൽ ഒരു വ്യൂവേഴ്സ് ഉള്ളത് നമ്മുടെ സോഷ്യൽ മീഡിയ, അതായത് മെയിൻലി യൂട്യൂബിൽ. പക്ഷെ ഞാനും അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു കുറച്ചായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും പല ആളുകളും മൈൻഡ് ചെയ്യുന്നില്ല. യൂട്യൂബേഴ്സ് ആണെങ്കിലും ശരി, ആളുകൾക്കാണെങ്കിലും ജനങ്ങൾ കാണുന്നവർക്കാണെങ്കിലും ഇന്ന് ബിഗ് ബോസ് മതി, വേറെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും ആർക്കും അറിയാൻ വലിയ താല്പര്യമില്ല. അപ്പൊ ഞാനും നോക്കിയപ്പോ എനിക്ക് വ്യൂസ് കിട്ടുന്ന ഒരു കണ്ടന്റ് അത് തന്നെയാണ്. പക്ഷെ എന്റെ മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് എനിക്കൊരു ചെറിയൊരു കുത്തല് വരുന്നു. എന്താണ് ബാക്കി ഇവിടെ നടക്കുന്ന കുറെ കാര്യങ്ങൾ നടക്കുന്നു, അതിനെപ്പറ്റി ഒന്നും എന്താണ് സംസാരിക്കാത്തത് എന്നുള്ളൊരു സാധനം എനിക്ക് തോന്നിയപ്പോ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് വേറൊരു സാധനം, ഞാൻ ഈ അടുത്ത് ഒരു 3-4 ദിവസമായിട്ട് ഞാൻ കാണുന്ന ഒരു ഇഷ്യൂ ആണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നമ്മുടെ ഡോക്ടേഴ്സിനെ പറ്റിയുള്ളത്. അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് അവിടെ ചെല്ലുന്ന രോഗികളെ അവരുടെ ജീവിതം തൊലച്ച് നശിപ്പിച്ചു വിട്ടില്ലെങ്കിൽ അവർക്കൊരു സുഖമില്ല. ഡോക്ടർമാരൊരു ആനന്ദം കണ്ടെത്തുന്നത് അവിടെ വരുന്ന രോഗികളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടാണ് എന്നൊരു സാധനമാണ് ഈ ഒരു കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായത്. അവിടുത്തെ പല ഡോക്ടർമാരുടെയും കയ്യിരിപ്പുകൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നിയ ഒരു കാര്യമാണത്. അപ്പൊ അതിനകത്ത് എന്തുകൊണ്ടാണ് ഞാനിപ്പോ ഈ ഒരു കാര്യം ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചത്. ഈ വീഡിയോ നിങ്ങളൊന്ന് കാണാം. മെഡിക്കൽ കോളേജിൽ ചെറുവണ്ണൂർ സ്വദേശിയായ 4 വയസ്സുകാരിയുടെ കൈക്ക് പകരം നാവിന് ശസ്ത്രക്രിയ നടത്തിയതിനെ ന്യായീകരിച്ചവരെല്ലാം വെട്ടിൽ. കുട്ടിയുടെ നാവിന് കുഴപ്പമുണ്ടായിരുന്നതായി മെഡിക്കൽ കോളേജിലെ ചികിത്സാരേഖകളിലില്ല. പോലീസ് അന്വേഷണ സംഘം ചികിത്സാരേഖകൾ കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായത്. നാവിന് കെട്ടുള്ളതായി കണ്ടതിനെ തുടർന്ന് അത് ശരിയാക്കാൻ ആദ്യം ശസ്ത്രക്രിയ നടത്തുകയായിരുന്നുവെന്നാണ് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറുടെയും മെഡിക്കൽ കോളേജ് അധികൃതരുടെയും കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെയും ന്യായീകരണം. നാക്കിന് കുഴപ്പമുണ്ടെങ്കിൽ അക്കാര്യം ചികിത്സാരേഖകളിൽ രേഖപ്പെടുത്തുമെന്നതിൽ തർക്കമില്ല. ഈ സാഹചര്യത്തിൽ ചികിത്സാരേഖകളിൽ സൂചിപ്പിക്കാതെ നാവിന് ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർക്ക് സംഭവിച്ച വീഴ്ചയാണെന്നാണ് പോലീസിന്റെ നിഗമനം. നാവിന് കുഴപ്പമുള്ളതായോ അതിന് ശസ്ത്രക്രിയ നടത്തുന്നതായോ കുട്ടിയുടെ രക്ഷിതാക്കളെ ഡോക്ടർ അറിയിച്ചിരുന്നില്ല. നാവിലെ പഞ്ഞിക്കെട്ട് കണ്ട് അമ്മ ചോദിച്ചപ്പോഴാണ് നാവിൽ ശസ്ത്രക്രിയ നടത്തിയതാണെന്ന കാര്യം അറിഞ്ഞത്. കുറ്റമറ്റ അന്വേഷണത്തിന്റെ ഭാഗമായി ഈ വിഷയത്തിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്ന് പോലീസ് ആരോഗ്യവകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാവിന് കുഴപ്പമുണ്ടായിരുന്നുവോ എന്ന വിഷയത്തിൽ മെഡിക്കൽ ബോർഡിന്റെ തീരുമാനം കൂടി വന്ന ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ നീക്കം. അപ്പൊ കണ്ടല്ലോ, ഒരു ഡോക്ടറിന് ഒരാൾക്ക് അവിടെ ചെന്ന കുട്ടിക്ക് കുഴപ്പമുണ്ട്, എന്നാൽ ആ കുട്ടിയുടെ വീട്ടുകാരെ അറിയിക്കാനൊന്നും അവര് നിന്നില്ല. അവർക്ക് എന്താണോ റൈറ്റ് ആയിട്ട് തോന്നുന്നത് അവരപ്പ അങ്ങ് ചെയ്യും. എന്നാൽ വരുന്ന അതൊരു കൊച്ചുകുട്ടിയാണ്, ആ കുട്ടിയുടെ വീട്ടുകാരെ അറിയിക്കാനോ ഒന്നിനും നിൽക്കുന്നില്ല. ആ ഡോക്ടറിന് എന്താണോ തോന്നിയത് അത് ഡോക്ടർ അങ്ങ് ചെയ്യും. അതിനെ തോന്നിയവാസം എന്ന് വിളിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുന്ന ഡോക്ടർമാർക്കെതിരെ എന്തുകൊണ്ട് മെഡിക്കൽ നെഗ്ലിജൻസിന് കേസ് എടുക്കുന്നില്ല? ഇതൊക്കെ എനിക്കിതിപ്പോ കൂടിപ്പോയത് ഇപ്പം 2 ദിവസം മുന്നേ നടന്നൊരു ഇഷ്യൂ ആണ്. ഈ വാർത്ത വന്നത് ദീപിക എന്ന് പറയുന്ന ഒരു ചാനലാണ്, ദീപിക ഓൺലൈൻ. ഞാൻ ഇൻസ്റ്റയിലാണ് കണ്ടത്. ഈ വാർത്ത വന്നു. ഇതിന്റെ ഒരു അപ്ഡേറ്റഡ് ന്യൂസ് ഞാൻ പിന്നെ കണ്ടിട്ടില്ല. അത് ആ ന്യൂസ് ചാനലിനെ, ആ ഒരു ഓൺലൈൻ മീഡിയ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ദീപിക എന്ന് പറയുന്ന ആ ഒരു പത്രത്തെ പറഞ്ഞിട്ട് കാര്യമില്ല അവര്. കാരണം അവർക്ക് അപ്ഡേറ്റ് കൊടുക്കണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും നിയമ നടപടി ആ ഒരു ഡോക്ടറിനെതിരെ എടുക്കണം. അതൊന്നും നടക്കുന്നില്ല. ഇതിപ്പോ ഈ ഒരു വിഷയം നടന്നു, അതിനെ നൈസായിട്ട് മുക്കിക്കാണും. അങ്ങനെ ഒരു മുഖ്യ വിഷയത്തെ വേറെ ആരെങ്കിലും പൊക്കിയെടുത്തോണ്ട് വന്നാൽ ആ പൊക്കിയെടുക്കുന്നവൻ ലാസ്റ്റ് കുറ്റക്കാരനായി മാറും. അതാണല്ലോ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നുന്നു ഇത് മുങ്ങിപ്പോവും, പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ഇത് മുക്കട്ടെ. അപ്പത്തേക്ക് ഈ സെയിം മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വേറൊരു ഡോക്ടറിന്റെ ഒരു സോക്കേട്. ഇതിപ്പോ ഈ ഡോക്ടർ കണ്ടല്ലോ നിങ്ങൾ എന്താ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. ഞാൻ ഇനി കൂടുതൽ അതിനകത്ത് വിശദീകരിക്കാൻ വരുന്നില്ല. വേറൊരു ഡോക്ടറിന്റെ, ആ സെയിം മെഡിക്കൽ കോളേജിലെ വേറൊരു ഡോക്ടറിന്റെ അടുത്തൊരു അനാസ്ഥ ഇതേ കണ്ടുപോയിക്കും. സർജറി കഴിഞ്ഞിട്ട് ഒരു 1:10 കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ് തൊട്ടിട്ട് പിന്നെ വേദന ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അമ്മ സർജറി ചെയ്ത് വന്നിപ്പോൾ ഡോക്ടർ വന്നിട്ട് പറയാണ്, നേരെ ഓനോട് തന്നെ വന്ന് പറയാണ് കമ്പി മാറിപ്പോയിക്കുന്നു, കമ്പി പുറത്തേക്കാണ് നിൽക്കുന്നത്, ഇപ്പോൾ ICU കൊണ്ടുപോയിട്ട് എമർജൻസി ആയിട്ട് ചെയ്യണം. അപ്പോൾ ഓൻ പറഞ്ഞു ഞാൻ ചെയ്യാൻ വരില്ല, നിങ്ങൾക്ക് ശ്രദ്ധ ഇല്ലാതെയാണ് ഈ ഓപ്പറേഷൻ ചെയ്തതെന്ന് ഓൻ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ചെയ്തതിനാണ് നിങ്ങളോട് ഞങ്ങൾ വീട്ടിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓൻ പറഞ്ഞു എനിക്കുള്ള ആൾക്കാർ വരാതെ കണ്ട് ഞാൻ ഓപ്പറേഷന് വരില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോനെ എന്താ പറയുന്നത്, അമ്മ ഞാൻ എത്ര വേദന തിന്ന് ചെയ്ത് വന്ന അന്നേരം തൊട്ട് കുട്ടി കരയുക തന്നെയാണ്, എനിക്കെന്തോ കുത്തി തറക്കിണ്ടെന്ന് പറഞ്ഞിട്ട് കരഞ്ഞത്. അപ്പോൾ ഡോക്ടർ ഇപ്പം വന്നിട്ട് പറയാണ് ഇത് കൊണ്ടുവന്നിട്ട് കാണിച്ചിട്ട് എക്സ്റേ എടുക്കുക, കൊണ്ടുപോകാൻ നോക്കുക, എങ്ങനെ ചെയ്യുന്നത് പറയാണ്. ഇപ്പോൾ എമർജൻസിയിൽ പെട്ടെന്ന്
നിങ്ങൾ വരണം ആരെങ്കിലും കൂട്ടിയിട്ട്. അപ്പോൾ മോൻ പറഞ്ഞു ഞാൻ ആരും കൂട്ടി വരില്ല, നീ വേദന സഹിച്ചാൽ അത്ര ഇനിയും ഞാൻ വേദന സഹിക്കേണ്ട സാറേക്ക് സഹിക്കാൻ വയ്യായിട്ടാണ് ഞാൻ പറയുന്നതാണ്. ആ ഡോക്ടർ പറയുകയാണ് നിങ്ങളെ ഇഷ്ടപ്രകാരം എന്താ നിങ്ങൾ ചെയ്തോളിന്ന്. അത് പറഞ്ഞിട്ട് ഒരു പോയതാണ്. എൻ്റെ പേര് പത്മിനി എന്ന്. എൻ്റെ മോനിക്ക് ആരുമില്ല സാറേ, 2 മക്കളെ, ഒന്ന് ബുദ്ധിയില്ലാത്തൊരു മോനെ ചെറുപ്പം കൊണ്ടുവന്നിട്ട് ഞാൻ ജീവിക്കുന്നത്. പന്തൽ പണി കഴിഞ്ഞ് വരുമ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ ആസ്പത്രിയിൽ കയറിയതാണ്. ആരുമില്ല, വന്നു നോക്കാം. അതിൻ്റെ ചേച്ചിൻ്റെ മോളും ഭർത്താവോരാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വരാനും പോകാനുള്ള വേറെ ആരുമില്ല ഞങ്ങൾക്ക്. 11 മണി ആവണം ഓപ്പറേഷൻ ചെയ്ത് പോകണമെന്ന് ഞങ്ങളോട് വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ വരാൻ പറ്റില്ല സാറേ, ഞങ്ങൾക്ക് ആരെങ്കിലും വരട്ടെ, ഞങ്ങൾക്ക് ആരുമില്ല, ആരെങ്കിലും ഉള്ളവർ വിളിച്ചു വെച്ചിട്ട് പോലും വരട്ടേന്ന് പറഞ്ഞു. അതും പറഞ്ഞാൽ കേട്ടോ പോയത് ഡോക്ടർ. ഈ വിഷയത്തെ പറ്റി പറയുന്നതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ വീഡിയോ കാണുന്ന വളരെ കുറച്ച് ആളുകളായിരിക്കാം. ആ ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ പറ്റിയൊന്നും അറിയണ്ടേ? നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ആശുപത്രികളിൽ നടക്കുന്ന തോന്നിവാസങ്ങളാണ് ഇതൊക്കെ. അതും ഗവൺമെന്റ് ആശുപത്രികളിൽ. പ്രൈവറ്റ് ആശുപത്രിയിൽ കാശ് മേടിച്ച് നമ്മളെ കൊല്ലുന്നു. ഇത് കാശ് ഒന്നും മേടിക്കാതെ, വലിയ പൈസ ഒന്നും നമ്മളെ മേടിക്കാതെ, അതിന്റെ ഒരു കുഴപ്പമാണ് എനിക്ക് തോന്നുന്നത്. കാശ് നമ്മൾ കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഗവൺമെന്റിൽ നിന്നാണല്ലോ കിട്ടുന്നത്. അപ്പൊ എന്ത് തോന്നിവാസം കാണിക്കാലോ, ആ ഒരു മൂഡിലാണ് ആ ഡോക്ടർ ഈ പരിപാടിയൊക്കെ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അവരോട് പറഞ്ഞേക്കുന്ന വർത്താനം കേട്ടോ. ആ അമ്മയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. 2 മക്കളുള്ള, അതിനകത്ത് ഒരാള് ഇച്ചിരി ബുദ്ധിക്ക് ഇത്തിരി കുഴപ്പമുള്ള ഒരാളാ. ഈ പയ്യനാണ് ആ വീട് നോക്കുന്നത്. അവന്റെ കൈ ഈ പരുവാക്കി വെച്ചേക്കുന്നു. അവന്റെ കൈ മുറിച്ചു കളയായിരുന്ന ഭാഗ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മയുടെ ആ മകന്റെയും ഭാഗ്യം. വേണമെങ്കിൽ ആ ഡോക്ടർ ചിലപ്പോൾ അതും കൂടെ ചെയ്തു കളഞ്ഞാനെ. ഇതൊന്നും നമ്മുടെ നാട്ടിൽ ആർക്കും അറിയണ്ടേ? ഇല്ലെങ്കിൽ ഈ വാർത്തയൊന്നും ഒരു പ്രശ്നമാക്കാനൊന്നും ആർക്കും താല്പര്യമില്ലേ? ഈ ബാക്കിയുള്ള ആയിക്കോട്ടെ, നമ്മള് മനുഷ്യന്മാരാണ്, നമുക്ക് കൂടുതൽ ഇഷ്ടം ഈ കുശുമ്പും കുന്നായ്മയും ഇങ്ങനത്തെ പരിപാടികൾ കേൾക്കാൻ തന്നെയാണ്. അതുകൊണ്ടാണ് കൂടുതലും. ഞാൻ തന്നെ ജീവിക്കുന്ന ബിഗ് ബോസ് കൊണ്ടാണ് ഇപ്പൊ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാൽ കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നടക്കുന്നുണ്ട്. എന്താ ആർക്കും ഒന്നും അറിയണ്ടാത്ത? നാളെ എനിക്കോ നിനക്കോ ഒക്കെ ഒരു ആശുപത്രിയിൽ പോയി കഴിയുമ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ നമുക്ക് മാത്രം, ഇപ്പൊ ആ വീട്ടുകാർക്ക് തോന്നുന്നൊരു സാധനം നാളെ നമുക്ക് തോന്നും, അയ്യോ ഗതികേടായി പോയല്ലോ എന്ന് ഇവിടെ വന്നത്. അപ്പോഴും നമ്മുടെ കൂടെ വേറെ ആരും കാണത്തില്ല. അപ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഈ അമ്മയുടെയും മോന്റെയും വേദന. സത്യം പറഞ്ഞ കഷ്ടമല്ലേ അവരുടെ കാര്യം. ഈ വാർത്ത ഇപ്പൊ 2 ദിവസം എന്താ, ഇപ്പം ഒരു 3-4 ദിവസത്തെ ഗ്യാപ്പിൽ, എനിക്ക് തോന്നുന്നു അത്രയും ഗ്യാപ്പിൽ വന്നതാണ് ഈ സെയിം ഈ നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെറും 3-4 ദിവസത്തെ ഗ്യാപ്പിലാണ് ഈ 2 പ്രശ്നങ്ങൾ നടന്നിരിക്കുന്നത്. ഇത് ഒരു വാർത്തയായി, ഒരു കുഞ്ഞു വാർത്തയായി വന്നു പോയി. ഒരു മെഡിക്കൽ നെഗ്ലിജൻസിനും ഈ ഒരു ഡോക്ടേഴ്സിനെതിരെ കേസില്ല. അങ്ങനെ ഒരു കേസ് എടുക്കാൻ വയ്യ ഇവിടുത്തെ അധികാരികൾക്ക്. മുങ്ങിപ്പോയി ഈ വാർത്തയൊക്കെ. ആർക്കും അറിയണ്ടല്ലോ, ആരും ചോദ്യം ചെയ്യാനില്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് നമ്മളിങ്ങനെ ഘോര എന്നും പറഞ്ഞ് കിടന്ന് കൂവിയാലും ഈ വാർത്തയൊന്നും, ഇപ്പൊ ഞാൻ പറയുന്ന രീതിയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. പക്ഷെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിയണം. അതിനെ ചോദ്യം ചെയ്യാനോ ഈ ഡോക്ടേഴ്സിനെ ഒരു 10 തെറി പറയാനോ ഒന്നും ആരും ഇല്ല. നേരെ മറിച്ച് വേറെ കുറെ കാര്യങ്ങൾ തെറി പറയാൻ ഇവിടെ കുറെ ആളുകളുണ്ട്. എന്നാൽ നടക്കുന്ന ഇങ്ങനെയുള്ള ജെന്യൂൻ ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളിൽ ഒരു കമന്റ് പോലും ഇടാൻ ആർക്കും താല്പര്യമില്ല. കഷ്ടം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പേടിയാണ്, എനിക്കൊരു പേടി തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്തത്. നാളെ എനിക്കൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ തേങ്ങകൾ ആശുപത്രിയിലൊക്കെ ആണല്ലോ വെട്ടിയെടുത്ത് പോണ്ടേന്ന് ആലോചിച്ചിട്ട്, എന്തൊക്കെയാ അവന്മാര് കാണിച്ചു വിടുമെന്ന് ആലോചിച്ചിട്ട്. ജീവനോടെ പുറത്തേക്ക് ഒരു ഓപ്പറേഷൻ വല്ലതും ഉണ്ടെങ്കിൽ ആ ഓപ്പറേഷൻ കഴിഞ്ഞ് ജീവനോടെ പുറത്ത് വരുമോ എന്നുള്ളൊരു പേടിയില്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. ആർക്കെങ്കിലും ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പൊറുക്കുക. ഇങ്ങനത്തെ ചെറ്റത്തരങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ ആയിട്ടെങ്കിലും എനിക്ക് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഇച്ചിരി സമാധാനം കിട്ടത്തില്ല. അതുകൊണ്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഈ വിഷയത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടുക. പിന്നെ ഞാൻ പറയാൻ വെച്ചിരുന്ന ഒരു പോയിന്റ് പറഞ്ഞില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു. അതുകൊണ്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ ഈ വീഡിയോ ഇട്ടപ്പോൾ ആ എഡിറ്റിംഗ് നിർത്തിയിട്ട് ഞാൻ വീണ്ടും ആ ഒരു പോയിന്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് വീണ്ടും വന്നിരിക്കുന്നത്. അപ്പൊ സംഗതി വേറൊന്നുമല്ല, ഈ കമന്റ് ഇടുന്ന ആൾക്കാരെ പറ്റി നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ. അപ്പൊ ഈ ഒരുപാട് ആളുകൾ ഇപ്പൊ ഏതൊരു വീഡിയോ കണ്ടാലും, ഇപ്പൊ ബിഗ് ബോസ് ആണെങ്കിലും ശരി, വേറെ എന്തൊരു വീഡിയോ ആണെങ്കിലും ശരി, ഈ കമന്റ് ഇട്ട്, അതായത് 100 ലൈക്ക് തരുമോ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ലാതെ എന്തൊരു പ്രശ്നം കണ്ടാലും വന്നിരുന്ന് ചുമ്മാ തെറി പറയാനിരിക്കുന്ന കുറെ ഐറ്റങ്ങള് നമ്മൾ ഈ അടുത്തായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളോടൊക്കെയാ ഈ ദീപികയുടെ ഒരു വാർത്ത, ഒരു ജസ്റ്റ് ഇൻസ്റ്റയിൽ വന്നൊരു വീഡിയോ ഞാൻ കാണിച്ചു തന്നല്ലോ. ഈ വീഡിയോ അടിയിലൊന്നും ഒരു കമന്റ് പോലും ഇല്ല. വളരെ കുറെ 80 ലൈക്കോ 81 ലൈക്കോ ഒക്കെ ഉള്ളൂ ആ ഒരു വീഡിയോക്കൊക്കെ വന്നിരിക്കുന്നത്. കമന്റ് ഒന്നും ഇല്ല. നിങ്ങളെ പോലുള്ള ചേട്ടന്മാർ ഒരു പണിയില്ലാതെ ചുമ്മാ ഈ
വീഡിയോ ഇടാനോ അല്ലെങ്കിൽ ആൾക്കാരുടെ ഫ്രണ്ടിൽ പോയി നേരിട്ട് കാര്യം പറയാനോ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ള കുറെ ആളുകളായിരിക്കും വന്നിട്ട് ഈ കമന്റ് ഇടുന്നത്. കമന്റ് കൊണ്ട് മാത്രം അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ കാണിക്കുന്ന ആൾക്കാർ. അപ്പൊ അവരോടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോകൾക്കൊക്കെ പോയി കമന്റ് ഇട്. ആ ദീപി എന്റെ വീഡിയോ ഞാൻ ഒന്നും പറയുന്നില്ല, എന്റെ വീഡിയോയ്ക്ക് വീടാന്ന് ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷെ ഈ ദീപിക ഇങ്ങനത്തെ ഉള്ള ന്യൂസുകൾക്ക് ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 3-4 ദിവസത്തെ ഗ്യാപ്പില് ഒരു ഹോസ്പിറ്റലിൽ നടന്ന അവസ്ഥയാണ് ഇത് രണ്ടും. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇതിന്റെ അടിയിലൊക്കെ ഒന്ന് പോയി കമന്റ് ഇട്. ആ വീഡിയോ ഒക്കെ ഒന്ന് റീച്ച് ആവട്ടെ, 10 പേര് അറിയട്ടെ. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ആരെങ്കിലും ഒക്കെ അറിഞ്ഞില്ലെങ്കിൽ നാളെ നീയും ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിനക്കും എനിക്കും ഒക്കെ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വരുമ്പം ഒരു മനുഷ്യൻ അറിയാതെ പോകും. അപ്പൊ ഒറ്റയ്ക്ക് ഇരുന്ന് കരയാനേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പോയി ഒന്ന് കമന്റ് ഇടുക. വെറുതെ ഈ തെറി വിളിക്കാൻ മാത്രം ഇരിക്കാതെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണുമ്പോൾ അതുപോലുള്ള ഈ ഡോക്ടേഴ്സ് ഈ വിളിക്കുന്ന തെറികളുണ്ടല്ലോ, അതപ്പോ ഇങ്ങനെയുള്ള സമൂഹത്തിൽ മറ്റേ മേൽത്തട്ടിൽ ഇരുന്നിട്ട് ചെറ്റത്തരം കാണിക്കുന്ന ഇങ്ങനെയുള്ള ഡോക്ടർമാർക്കെതിരെ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ട് ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് കേസ് പോലും എടുക്കാതിരിക്കുന്ന ഇവിടുത്തെ മേൽത്തട്ടിലിരിക്കുന്ന ഏമാന്മാർക്കെതിരെ പോയി തെറി വിളി. അങ്ങനെ ആ വീഡിയോ ഒക്കെ ഒന്ന് കേറട്ടെ, നാട്ടുകാർ അറിയട്ടെ. ആരും അറിയാതെ പോകരുതേ ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളൊക്കെ. എന്ത് മനോഹരമായ നാടാണ്.